ഓൾമോസ്റ്റ് 6 മന്ത് കൊണ്ട് നോർമലി 90K കയറാൻ പറ്റില്ല, വാറ്റ് ഇഷ്യൂ എന്നൊക്കെ വരും. 6 മന്ത് കൊണ്ട് കവറായി കിടക്കുകയാണ്. എണ്ണം തുടങ്ങാൻ മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ നമ്പർ ഓഫ് ബ്രാഞ്ച് തുടങ്ങാൻ വിത്തിൻ എ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് PSWയുടെ അവസാന വക്കിലായിരിക്കും ഇവർക്ക് വേറെ ഒരു വിസ കിട്ടില്ല എന്നുള്ള തോന്നൽ കൊണ്ട് ഇവരെടുത്ത് ചാടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുള്ളത് ഒരു ബിസിനസ് ഐഡിയ ആയിട്ടാണ്. നമ്മൾ UK വന്ന എല്ലാ മലയാളികൾക്കിടെയും ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു ബിസിനസ്. അപ്പം നമുക്കൊരു സഞ്ചരിക്കുന്ന ഒരു ഫുഡ് ട്രക്ക് ആയാലോ, അതിന് വേണ്ടിയുള്ള A to Z ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമായിട്ടും പരിഗണിക്കുക. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നമുക്കൊരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒപ്പമുള്ള ആളെ പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്ന് പറയാമോ? എൻ്റെ പേര് ഹസീന എന്നാണ്. ഞാനിതിൻ്റെ ഹാബിറ്റിൻ്റെ ഫുൾ മാനേജ്മെൻറ്റ് ഹെഡാണ്. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷവും കുറച്ച് ദിവസങ്ങളായി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട്. ട്രേഡിങ് ഓൾമോസ്റ്റ് ഒരു 8-9 മന്ത്സായി. ഓൾമോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബർമിംഗ്ഹാം ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫുഡ് ട്രക്കായിരുന്നു. അത് സഞ്ചരിക്കുന്നതായിരുന്നു. ഒരു 5-6 hours നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. ലേറ്റ് ഓൺ കുറച്ചും കൂടെ അവേഴ്സ് നമുക്ക് കൂട്ടണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൗൺസിൽ നമ്മൾ മാർക്കറ്റ് സ്പേസിൻ്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കൺസേൺ ഉള്ളത് കൊണ്ട് നമ്മൾ ഫുഡ് ട്രക്കിലോട്ട് മാറി. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ വീക്ക്ലി 5 days നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. Tuesday to Saturday 11 to up to നമ്മളുടെ കൺവീനിയൻസ് up to 10 വരെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ 8:30 നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യുന്ന ഒരു ഇതിലോട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ട്രക്ക് ബിസിനസ് തുടങ്ങാന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡിനോട് കമ്പോ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാം. കാരണം എന്ത് ഫുഡ് കൊടുക്കണമെന്ന് നിങ്ങൾക്കൊരു ധാരണ വേണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളുടെ ഇവിടെയുള്ള UK എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ക്യൂസീൻസ് ഉണ്ട്. അതിലിപ്പോൾ ബർഗേഴ്സ് കൊടുക്കുന്നവരുണ്ട്, ഷവർമ കൊടുക്കുന്നവരുണ്ട്. എന്ത് ക്യൂസീൻ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കുന്നത് എന്താ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കസ്റ്റമർ എന്താണ് മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ എന്താണ് മിസ് ചെയ്യുന്നത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ദാറ്റ്സ് എ സക്സസ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. ഒരു ചായ കുടിക്കാൻ വേണ്ടി 2-2.5 മണിക്കൂർ ഞാൻ ബർമിംഗ്ഹാം നടന്നിട്ടുണ്ട്. ഒരു ചായ ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതെന്നാണ് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഇല്ലാത്തത്, അങ്ങനൊരു സംഭവം ഇവിടെ തന്നെ വേണം. അതായത് സിറ്റിക്കുള്ളിൽ തന്നെ വേണം. ഇപ്പോൾ ഈ ഒരാഴ്ചയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ടൗണിൽ വരാത്ത ആൾക്കാരില്ല. അവർക്കൊരു പോയിന്റ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പ്രൈം കൺസേൺ ആയിരുന്നു. ഇത് തന്നെയാണ് ഏതൊരു ബിസിനസ് തുടങ്ങുന്നത്. നിങ്ങളുടെ ഇപ്പോൾ സ്ഥലത്ത് എന്താണ് ആൾക്കാർ മിസ്സാവുന്നത്, അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ സക്സസ് ആണ്. ഓക്കെ. അപ്പം രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് എടുക്കാതെ ഈ ഫുഡ് ട്രക്കിലോട്ട് എന്നുള്ള ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ തുടക്കക്കാരാണ് നിങ്ങൾ. അത്രയും മാത്രം പൈസ ഡെപ്പോസിറ്റ് ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു ഇവിടുത്തെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ സ്ഥലങ്ങളെ ബേസ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന റെൻറ്റ് കൂടുതലായിരിക്കും. ഇതൊന്നും ഫസ്റ്റ് തുടക്കുക എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ മലയാളി എന്നല്ല, ഏതൊരു ഇന്ത്യക്കാരനായാലും ഏതൊരു ഏഷ്യൻകാരനായാലും ഒരു വിജയം അല്ലെങ്കിൽ ഒരു ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത്രയും മാത്രം പണം ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടക്കത്തിൽ ഉണ്ടാവില്ല. പിന്നെ വന്ന് ഒരു കുറച്ച് വർഷങ്ങൾ സെറ്റിലായി കുറച്ച് സേവിങ്സ് ഉണ്ടാവും മാത്രം ആണ് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. പക്ഷേ തുടക്കക്കാർക്ക് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു ഫുഡ് ട്രക്ക് എന്തുകൊണ്ട് റെസ്റ്റോറൻറ്റ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ ഒരു പുറത്തൊരാൾക്ക് വിസ കൊടുക്കുന്ന പൈസയോ അല്ലെങ്കിൽ പുറത്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള പൈസ പോലും ആവത്തില്ല നിങ്ങൾക്കൊരു ഫുഡ് ട്രക്ക് ഇവിടെ തുടങ്ങാൻ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഒരാൾക്ക് പോലും ആ വരുന്ന പൈസൻ്റെ ഒരു 3/4 ഭാഗം ആവുമ്പോൾ ഒരു ഫുഡ് ട്രക്ക് തുടങ്ങാൻ, അത് ചെയ്ത് വിജയിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, അത്രേ ആവത്തുള്ളൂ. ശരിയാണ്. ഞാനും മിക്ക റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവർ പറയും ഈ റെസ്റ്റോറൻറ്റിൻ്റെ റെൻറ്റിന് മാത്രം തന്നെ അവർക്ക് അറൗണ്ട് ഒരു 50K ആയി എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതെടുത്തു അതിൻ്റെ മെയിൻ്റെനൻസ് ഇൻറ്റീരിയർ എല്ലാം ചെയ്യുമ്പോൾ നല്ലൊരു നല്ലൊരു എമൗണ്ട് തന്നെയാണ്. ഓൾമോസ്റ്റ് എത്ര മുതൽ എത്ര വരെ നമുക്ക് ഇതിന് ഇനിഷ്യൽ പേയ്മെൻറ്റ് വേണ്ടി വരും? ഡിപ്പെൻസ് ആണ്. അതായത് ലൊക്കേഷന് ഡിപ്പെൻഡാണ്. നമുക്ക് 3 തരത്തിലുള്ള ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലാൻഡ് ലോഡിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. പെർ ഡേ ഒരു 20 pounds അല്ലെങ്കിൽ 30 pounds ഇതൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പെർ 7 വരുമ്പോൾ റെൻറ്റ് എത്ര വരും എന്നുള്ളത്. ഒരു 1000 താഴെ അല്ലെങ്കിൽ 800 താഴെ ഒരു 700 താഴെയൊക്കെ വരുള്ളൂ. അതെല്ലാം ഒരു മാർക്കറ്റ് പ്ലേസ് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും കൗൺസിൽ, ഇത്ര മുതൽ ഇത്ര വരെയാണ് 5 days വീക്ക് അല്ലെങ്കിൽ 6 days വീക്ക് വർക്ക് ചെയ്യുന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതൊരു റെൻ്റൽ പാർട്ടാണ്. പക്ഷെ അതൊഴികെ ഒരു ഡെപ്പോസിറ്റ് അവിടെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മണി വരത്തില്ല. ആ കൂടെ നിങ്ങൾക്ക് ചിലവ് വരുന്നത് ഒരു വണ്ടി വാങ്ങിക്കണം,
ഇപ്പോൾ ട്രക്ക് വാങ്ങിക്കണം, അതിനുള്ള മിനിമൽ ആയിട്ടുള്ള, ഞാൻ ഒരിക്കലും ആദ്യം തന്നെ എടുത്തു ചാടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മിനിമൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഗ്രോത്ത് വന്ന് വീണ്ടും പിന്നീട് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഒരു ഇതിന് നല്ലത്. സോ ഇവിടെ ഇയർ വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് വണ്ടികളെ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്കൊരു വാല്യൂ നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ഫുഡ് കൊടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ വണ്ടിനെ സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബർഗർ കൊടുക്കുകയാണെങ്കിൽ ബർഗർ കൊടുക്കുന്നതിൻ്റെ എക്യുപ്മെൻറ്റ്സ് നമ്മളതിൽ സെറ്റ് ചെയ്യും. അതല്ല ഇന്ത്യൻ ക്യൂസീൻ കൊടുക്കുകയാണെങ്കിൽ ബർണർ വേണ്ടി വരും, ഗ്രിഡിൽ വേണ്ടി വരും, അതുപോലെ തന്നെ കോൾഡ് ഫ്രീസർ വേണ്ടി വരും, സെപ്പറേറ്റ് ഡ്രിങ്ക്സിനുള്ള ഫ്രീസർ വേണ്ടി വരും, ഫ്രൈയേഴ്സ് വേണ്ടി വരും, പിന്നെ കറികൾ വെക്കണമെങ്കിൽ അതിനുള്ള സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സും. അത് ഹീറ്റ് എപ്പോഴും ടെമ്പറേച്ചർ നമുക്കിവിടെ ഫുഡ് സ്റ്റാൻഡേർഡ് ഉണ്ട് FSAയുടെ. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ വണ്ടി മുഴുവൻ സെറ്റപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എന്ത് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ആ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന എത്ര വെച്ച് കഴിഞ്ഞാൽ ഒരു 17-20 ഉള്ളിലാണ്. കാരണം അഫോർഡബിലിറ്റി, കാരണം നമുക്കൊരു സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്, അവിടെ നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് ഫസ്റ്റ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ നമുക്ക് വരും, പക്ഷെ എങ്കിൽ പോലും ഒരു 20-നകത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആ വണ്ടിയുടെ ആ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മളിത് ഒരു ബിസിനസ് ആക്കുമെന്ന് വിചാരിക്കുമ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത്, നമുക്കറിയാം ഒരു ബിസിനസ് അക്കൗണ്ടാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് അല്ലേ? ആ ഒരു ബിസിനസ് അക്കൗണ്ട് എടുക്കാൻ നമുക്ക് എന്താണ് ചിലവ്? ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ ലിമിറ്റഡ് കമ്പനി വേണോ അതോ സോൾ ട്രേഡർ വേണോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അല്ല നിങ്ങൾ ഒരുപാട് പേര് ചേർന്നിട്ടാണോ ഒറ്റയ്ക്കാണോ എന്നുള്ളത് ട്രേഡ് ചെയ്യുന്നുള്ള ഡിസൈഡ് ചെയ്യാം. ആ പോയിന്റിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ല, ചെറിയൊരു എമൗണ്ട് മാത്രമേ, അത് നിങ്ങൾക്ക് തനിച്ച് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഗൈഡ് ചെയ്ത് തരും. എല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്തു തരാം. അതിനപ്പുറത്തേക്ക് ഡോക്യുമെൻറ്റേഷൻ നമുക്ക് വേണ്ടതെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫുഡ് ലൈസൻസ് വേണം, ഫുഡ് ആൻഡ് ഹൈജീൻ വേണം, അതുപോലെ തന്നെ നമുക്ക് കൗൺസിലിൻ്റെ അപ്രൂവൽ വേണം. പിന്നെ ഈ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ വരുന്ന കസ്റ്റമേഴ്സിനും നിങ്ങളുടെ ഫുഡിനും ഇൻഷുറൻസ് വേണം. പിന്നെ വണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് MOT, പ്രോപ്പറായിട്ടുള്ള MOT, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്കായിട്ട് ഡോക്യുമെൻറ്റേഷനായിട്ട് വേണ്ടി വരുന്നത്. ബട്ട് എന്ത് അപ്രൂവൽ കിട്ടണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ വണ്ടിയുടെ ഫുൾ പ്രൂഫ് ഓഫ് എവിഡൻസ് നമ്മൾ കാണിക്കണം. അത് കൗൺസിലിനായാലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് അപ്രൂവൽ കിട്ടണമെങ്കിൽ കൗൺസിൽ ഏത് കൗണ്ടിയാണോ ആ കൗണ്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ആ അപ്രൂവൽ കാണിക്കണം. ആ അപ്രൂവലിന് വേണ്ടി നമ്മൾ വണ്ടി സെറ്റ് ചെയ്യണം. വണ്ടി സെറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഇൻഷുറൻസും ഈ പറയുന്ന ഡോക്യുമെൻറ്റേഷനെല്ലാം പ്രോപ്പറായി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വലിയൊരു പ്രോസസ്സല്ല. വൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്തു, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഡയറക്റ്റ് വന്ന് ചോദിക്കും. അതിനുള്ളൊരു വീഡിയോ കൂടി ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അത്ര തലവേദന, നമ്മൾ ഓഫീസുകളാണെങ്കിലും കയറി ഇറങ്ങേണ്ട എല്ലാം ത്രൂ മെയിലാണ്. ഇവിടെ എല്ലാം മെയിലാണ്. അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഹെഡ് ഏക്ക് ആയിട്ട് എനിക്കിതുവരെ തോന്നിയില്ല. കാരണം നാട്ടിലൊരു 10 വർഷം ബിസിനസ് ചെയ്ത ആളാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ചെയ്യുമ്പോഴും എനിക്ക് വലിയൊരു തലവേദനയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ അവർ ചോദിക്കുന്ന റിക്വയർമെൻറ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നു, അതിന് റിപ്ലൈ വരുന്നു. ആ റിപ്ലൈ പ്രോപ്പറായെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങളിപ്പോൾ 2 കറക്റ്റിൻ്റെ ഉള്ള ലൊക്കേഷൻ ഇപ്പോൾ ബർമിംഗ്ഹാമിലെ ഈ റാഗ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അതല്ലാതെ നമുക്ക് ഒരു ക്ലൗഡ് കിച്ചൺ കൂടിയുണ്ട്. പക്ഷെ നമുക്കൊരു മൂന്നാമത്തേത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ള ഡോക്യുമെൻ്റ് തന്നെ നമുക്ക് മതി മൂന്നാമത്തെ ബ്രാഞ്ച്. നമുക്ക് ഒരെണ്ണം തുടങ്ങാൻ മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ നമ്പർ ഓഫ് ബ്രാഞ്ച് തുടങ്ങാൻ വിത്തിൻ എ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത്രമാത്രം ഈസിയാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഓക്കെ, പിന്നെ എല്ലാവരും ഇപ്പം ഞാൻ ഏതൊരു വീഡിയോ ചെയ്താലും അതിൻ്റെ അടിയിൽ തന്നെ ഒരു നോർമൽ കമൻ്റാണ്. ഒരു 100 വീഡിയോയിൽ 99 വീഡിയോയുടെ അടിയിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോ നമുക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? കാര്യം നമുക്കറിയാം നമ്മൾ നാട് വിട്ട് UK എന്ന് കാണുമ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയാണ് എല്ലാവരും വന്നത്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരാളാണ്. അത് പ്രോസസ്സിലാണ്, ഓൾമോസ്റ്റ് സക്സസ് ആണ്. സോ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അത് വിജയമാണ്. പക്ഷേ എന്താണ് ഇതിലൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രൂഫ് ഓഫ് ബിസിനസ് കാണിക്കണം. അല്ലാതെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു ഒരു സ്പോൺസർഷിപ്പ് എടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരു ചെയ്യുന്ന രീതിക്കാവരുത്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, ജെന്യുവനായി ചെയ്യുന്നു, അതിന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ, പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഇൻകം, പ്രോപ്പറായിട്ട് നിങ്ങളുടെ കമ്പനിയിൽ പേയ്മെൻറ്റുകളെല്ലാം വന്നു പോകുന്നു. ഇപ്പോൾ ഫുഡാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈറ്റോ, ഊബർ, ഡെലിവറോ, ഈ പറയുന്ന ട്രാൻസാക്ഷൻ എല്ലാം നമുക്ക് വീക്ക്ലി അതെല്ലാം അതായത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അവർ കാണുകയാണ് ഇത് ബിസിനസ് ആണ് എന്നുള്ളത്. ഈ പ്രൂഫ് ഓഫ് ഡോക്യുമെൻറ്റ്സും എവിഡൻസും പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിങ് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫുഡ് ട്രക്ക് ആണെങ്കിൽ അതിനൊരു പാരാമീറ്റേഴ്സ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 6 months നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ.
നിങ്ങൾ ഈ പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ, അതായത് നമുക്കൊരു വിസയ്ക്ക് ഇത്രയും നമ്മുടെ അക്കൗണ്ടിൽ കയറി ഇറങ്ങി പോകണമെന്നുണ്ടല്ലോ, അത് എത്ര മാസം കൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്തു ഈ ബിസിനസ് തുടങ്ങി? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ലക്കിയാണ്. കാരണം ബർമിംഗ്ഹാമിലെ സംബന്ധിച്ചിട്ട് ഇങ്ങനൊരു ഫുഡ് ട്രക്കോ ഇങ്ങനൊരു മലയാളി കടകളോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ കൊടുക്കുന്നില്ല. എൻ്റെ ഇതിൽ തന്നെ നമ്മൾ മെനു തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം സൗത്ത് ഇന്ത്യൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഐറ്റംസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാറ്ററിംഗ് ഓർഡേഴ്സ് അങ്ങനെയുള്ള നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 6 മന്ത് കൊണ്ട് നോർമലി 90K കയറാൻ പറ്റില്ല, വാറ്റ് ഇഷ്യൂ എന്നൊക്കെ വരും. 6 മന്ത് കൊണ്ട് കവറായി കിടക്കുകയാണ്. ഇതെങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നെ സ്റ്റാഫ് ഉണ്ട്, സാലറി ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ, അതിന് പുറകിലുള്ള ഒത്തിരി എക്സ്പെൻസസുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് രീതിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങൾ കൂടെ എഫേർട്ട് ഇടാം. ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. നിങ്ങൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ വേറൊരു വഴിക്ക് പോകരുത്. നിങ്ങൾ തന്നെ തുടക്കം മുതൽ കാര്യങ്ങളെല്ലാം എടുത്ത് നടത്തി മുന്നോട്ട് കൊണ്ടുവരിക. ഒരു സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സിസ്റ്റം നിങ്ങളുടെ സ്റ്റാഫിനെ പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ആ ബിസിനസ്സിൽ നിന്ന് ഇറങ്ങി വേറെ എന്തെങ്കിലും എക്സ്പാൻഷനോ വേറെ കാര്യങ്ങളോ. തുടക്കത്തിൽ നിങ്ങൾ എന്തായാലും ഒരു 3 to 6 months നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ടൈം, ഉറക്കം, മണി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. കാരണം പ്രോപ്പറായിട്ടുള്ള റെസിപ്പി വേണം, അത് ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. 10 കസ്റ്റമേഴ്സിന് 100 തവണ നിങ്ങൾ ഒരേ സാധനം കൊടുത്തു, 11ാമത്തെ പ്രാവശ്യത്തിലുള്ള ആ കുറവാണ് കാണുള്ളൂ. അപ്പോൾ എപ്പോഴും പ്രോപ്പറായി ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ നോക്കേണ്ട ഒരു കാര്യം. പിന്നെ അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അതിന് റെസിപ്പി നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യം നിങ്ങൾ ഇനീഷ്യലി നോട്ടീസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. എന്നിട്ട് ഒരു എഞ്ചിനീയറിംഗ് പ്രോപ്പറായിട്ടൊരു മെനു എഞ്ചിനീയറിംഗ് ചെയ്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളെ സ്റ്റാഫിനെ ഹാൻഡ് ഓവർ ചെയ്യുക. പിന്നീട് നിങ്ങൾ എക്സ്പാൻഷനിലോട്ട് പോവുക. ചുമ്മാ ഇരുന്ന് പറയണല്ല കേട്ടോ, നമ്മളിപ്പോൾ ഇരിക്കണത് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ ഇരിക്കണത്. ഓക്കെ, എന്താണെങ്കിലും ഞാനും വളരെ ഹാപ്പിയാണ്. കാര്യം എന്നെ ഈ വീഡിയോസ് ചെയ്യണോണ്ട് തന്നെ പലരും വിളിക്കും, അബീസ് ബ്രോ നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ ഇത്രേ ഉള്ളൂ, PSW തീരാൻ പോവാണ്, നമുക്കൊരു സ്പോൺസർഷിപ്പിന് എന്തെങ്കിലും ഒരു ഐഡിയ തരുമെന്ന്. അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 80% മലയാളികൾ എടുത്തു ചാർന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അതായത് അവർ തുടങ്ങിയ 6 മാസം കഴിയുമ്പോൾ വിസ അവരുടെ കയ്യിലോട്ട് എത്തും എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. അതെന്ത് പ്രശ്നം എന്നറിയാവോ? PSWയുടെ അവസാന വക്കിലായിരിക്കും ഇവർക്ക് വേറെ ഒരു വിസ കിട്ടില്ല എന്നുള്ള തോന്നൽ കൊണ്ട് ഇവരെടുത്ത് ചാടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു തീരുമാനമല്ല. അത് ഇനീഷ്യലി നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ലൈക്ക് എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ 2 വർഷം കൂടി ഉണ്ട് PSW ചെയ്യാൻ, അല്ലെങ്കിൽ PSWക്ക് 2 വർഷം ഉണ്ടെങ്കിൽ ആ തുടക്കത്തിലുള്ള ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്കൊരു ഒബ്സ്റ്റക്കിൾസ് വരത്തില്ല. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് മെല്ലെ സ്ലോലിയാണ് ബിസിനസ് പോകുന്നെങ്കിലും റണ്ണായി കവറപ്പ് ആയിക്കോളും. അതിപ്പോൾ ഈ ബിസിനസ് എന്നല്ല, ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈം ഫ്രെയിം നിങ്ങൾ കൊടുക്കുക. ഹറിബറിയിൽ നമുക്ക് കിട്ടാവുന്നതല്ല വിസ. കാരണം അവർക്കും ഒരു നോർമൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 week പ്രോസസ്സ് ഉണ്ട്. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 month കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 8 weeks എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2 months അവർക്കൊരു പ്രോസസ്സ് ഉണ്ട്. ഇതിൽ അവരുടെ ഹോളിഡേയ്സ്, അവരുടെ ഡിസിഷൻ മേക്കിങ്, പിന്നെ എത്ര നമുക്ക് കിട്ടുന്ന അറിയില്ല. പിന്നെ നമ്മുടെ ടേൺ ഓവർ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ ഹോം ഓഫീസ് പഴയ പോലെയല്ല, ഹോം ഓഫീസ് നമ്മൾ വിസിറ്റ് കാര്യങ്ങൾ ജെന്യുവൻ ആണോ, പിന്നെ നിങ്ങളുടെ സ്റ്റാഫുകൾക്കെല്ലാം നിങ്ങൾ NI ചെയ്ത്, ഇതെല്ലാം മാറ്റേഴ്സാണ്. എവറിത്തിങ് മാറ്റേഴ്സ്. ഓക്കെ, പിന്നെ നാട്ടിലെ പോലെ ഇവിടെ പിടിപാട് ഡസന്റ് മാറ്റർ ഇല്ല. പിടിപാടുണ്ട്, അതൊന്നും ഇവിടെ മാറ്റർ അല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രോപ്പർ ഡോക്യുമെന്റേഷൻ മാത്രമേ കാണുള്ളൂ, അല്ലാതെ വേറെ ഒന്നും മാറ്റർ അല്ല. തന്നെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ, എവിടെ തുടങ്ങാൻ പറ്റും, ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പോലെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, സത്യം പറഞ്ഞാൽ ഞാൻ ബർമിംഗ്ഹാമിൽ മാത്രമാണ്, എൻ്റെ ചാനലിൽ ത്രൂ ഔട്ട് നോക്കിയാൽ തന്നെ അറിയാം, ഫസ്റ്റ് ടൈമാണ് ഞാൻ UK ലൈഫിൽ ഒരു ട്രക്കിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓപ്പണായിട്ട് ഞാനൊരു കാര്യം പറയാം, പല ആളുകളും നമ്മളിവിടെ IT വിസ ആണെങ്കിലും കെയർ ഹോം വിസ ആണെങ്കിലും വിസ എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. അത്രയും അതിൽ നിങ്ങൾ എന്താ പറയണ, ആ ഒരു കാശ് നിങ്ങൾ ഇതിൽ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഒരു പ്രസ്ഥാനം UK അറിയപ്പെടും. അപ്പം നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഷോർട്ടൺ ചെയ്യുവാണ്. അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നമ്മുടെ കമൻറ്റുകൾ സംസാരിക്കട്ടെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമായിരുന്നു പരിപാടിക്കുക. അപ്പോൾ ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.